ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ ഓഫ് സ്പൈസസ്. ഇന്നൊരു പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പട്യാല ചിക്കൻ. പട്യാല എന്ന് പറഞ്ഞാൽ പഞ്ചാബിലൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഫേമസ് കറി ആയതുകൊണ്ടാണ് ഈ ഒരു പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഉപ്പ് ചേർത്തു. എന്നിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, ശകലം തൈരും കൂടി ചേർക്കുന്നത്. ഏകദേശം ഒരു 4 സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയും തൈരും ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. എത്രത്തോളം നേരം മാറ്റി വെക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ. ഇൻ കേസ് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതല്ല നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ഇത് ടേസ്റ്റ് നല്ലതായിരിക്കും. നല്ലതുപോലെ മാരിനേറ്റ്, അതായത് ആ ചിക്കനിലെ എല്ലാ പീസിലും ഈ മസാല പിടിക്കണം. അത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യണേ. ഇത് മാരിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിന് സമയത്ത് നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ അതിനൊരു കടായി എടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. സവാളയുടെ കൂടെ നമ്മുടെ ഹോൾ സ്പൈസസ്, അതായത് 2 ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട അതും കൂടി ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് ഈ സവാള എല്ലാം കൂടി നല്ലതുപോലെ മിക്സ്, സവാള ഒരു പിങ്ക് കളർ ആവുന്ന വരെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കണം, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എന്നിട്ട് ഈ മസാല എല്ലാം കൂടെ നമുക്ക് ഉള്ളിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം മസാലയെല്ലാം ഉള്ളിക്കകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, ഏകദേശം 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസ് തക്കാളി. ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, ശകലം വെള്ളം. അതൊന്ന് ഈ ഉള്ളിയും തക്കാളിയും മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മസാല മിക്സ് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തുനിന്ന് പകുതി മസാല മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ വേറെ ബൗളിലേക്ക് അത് മാറ്റി വെക്കാം കേട്ടോ, പകുതി മസാല. എന്നിട്ട് ഈ ബാക്കി ഇരിക്കുന്ന മസാലയൊക്കെ നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, തൈരും എല്ലാം വെച്ച് പുരട്ടി വെച്ച ചിക്കൻ, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണേ. മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഞാനൊരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ആ പച്ചമുളകും കൂടി എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കും. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ചിക്കൻ വേവുന്നിടം വരെ നമുക്കൊന്ന് വേവിക്കാം. ഈ ചിക്കൻ വേവുന്ന സമയത്ത് ഞാൻ വേറൊരു പാൻ എടുക്കുന്നുണ്ട്. വേറൊരു സെറ്റ് മസാലയും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട്
വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എൻ്റെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഗാർലിക് പേസ്റ്റും കുറച്ച് ജിഞ്ചർ പേസ്റ്റും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുമിച്ചുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പച്ച മണം ഒന്ന് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച്, ശരിക്കും ഇതിനകത്തേക്ക് മല്ലിയല്ല മീതി ഇലയാണ് ചേർക്കേണ്ടത്, നമ്മുടെ ഉലുവയുടെ ഇല. അപ്പം എൻ്റെ കയ്യിൽ ഉലുവ ഇല ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കസൂരി മീറ്റി ഉലുവ ഇല ഉണക്കിയതാണ്. അത് കസൂരി മീറ്റി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഉലുവ ഇല മീതി ഇല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. ഈ കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു സവാളയും ക്യാപ്സിക്കവും കൂടെ ഇതേപോലെ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ പീസസ് ആയിട്ട് സ്ക്വയർ ആയിട്ട് അരിയണം കേട്ടോ, എന്നാലേ ആ ഒരു കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അതും കസൂരി മേത്തിയുടെ ഇലയും അല്ലെങ്കിൽ മീതി ഇലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. അതിനകത്തേക്ക് ബാക്കി നമ്മൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, നമ്മൾ സാധാ മുളക് പൊടിയല്ല. അപ്പോൾ എരിവ് കുറവായിരിക്കും, കളറും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ആവശ്യത്തിന് വേണം കേട്ടോ ചേർക്കുക നമ്മൾ, കാരണം എല്ലാത്തിനും ചിക്കൻ പുരട്ടിയതിനകത്തും നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയതിനകത്തും ഈ ഒരു മസാലയ്ക്കകത്ത് എല്ലാം ഈ സ്പൈസസ് ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് വേണം ചേർക്കാൻ. ഒരെണ്ണത്തിൽ പോലും കൂടിപ്പോയി ആ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മസാല ഉണ്ടല്ലോ, ആ മസാലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉള്ളിയും ക്യാപ്സിക്കവും നമ്മളിട്ട ഉള്ളിയും ക്യാപ്സിക്കവും ഒരുപാട് വഴണ്ട് പോകണമെന്നില്ല, ഇച്ചിരി ക്രഞ്ച് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, ആ ഒരു രീതിയിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഈ തക്കാളി ഉള്ളിയുടെ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. ആ ക്രീമിൽ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാണ്. ജസ്റ്റ് അതിൻ്റെ ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമ്മളത് മാറ്റി വെക്കുകയാണ് ആ ഒരു മസാല. ഇനി നമുക്കിനി ചിക്കൻ വേവിച്ചിട്ട് വേണം നമുക്ക് ബാക്കി ഇതൊന്നും ശരിയാക്കാനായിട്ട്.
ചിക്കൻ കുറച്ചും കൂടെ വേവാനുണ്ട്. അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ഇത് ശരിക്കും നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി റൊട്ടിയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. അപ്പം കുറച്ച് നേരമായി. അപ്പോൾ ചിക്കൻ എന്തായാലും നോക്കട്ടെ. ചിക്കൻ്റെ അതിനകത്ത് ഗ്രേവി ചാറ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ എക്സ്ട്രാ വെള്ളവും ചേർക്കേണ്ട. ചിക്കൻ ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച ക്യാപ്സിക്കത്തിൻ്റെ മീതിയിലയുടെ ആ ഒരു മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഈ മിക്സും കൂടെ ചേർത്ത് ചിക്കനകത്ത് വെച്ചിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 90% വെന്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഈ മിക്സിലും കൂടെ ചേർത്തിട്ട് മിക്സും കൂടെ കിടന്ന് വേവിക്കാം. ശരിക്കും ഇതിന് ഒരുപാട് ഗ്രേവി വേണ്ട, അതൊരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെള്ളം ചാറുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പറ്റിച്ച് കളയാം. അടച്ച് വെച്ച് ബാക്കി വേവിക്കാം. ഏകദേശം തുറന്ന് നോക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, 5-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തും വന്നിട്ടുണ്ട്. ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. നല്ല ശകലം കൂടെ ഒന്ന് ഗ്രേവി ഉണ്ട്. പക്ഷെ അത് കുറച്ച് നേരം തുറന്ന് വെക്കുമ്പോൾ അതങ്ങ് തിക്കാ, അല്ലെങ്കിൽ കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ അത് തിക്കാവും. അതുകൊണ്ട് ചിക്കൻ നമ്മൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് ഇതിൽ നിന്ന്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒക്കെ നോക്കുകയാണ്, മസാല ഉപ്പ് കറക്റ്റാണോ നോക്കുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശകലം പച്ചമുളക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ശകലം ക്രീമും കൂടെ ഒഴിച്ചിട്ടുണ്ട്, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.